പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്നുവരുന്ന ഫാം കാർണിവൽ 2025 ഔപചാരികമായ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. 20 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് കാർഷിക പ്രദർശന വിപണനമേള. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ജനുവരി 1 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലാണ് ഇത്തവണ പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവൽ നടക്കുന്നത്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് വെള്ളിയാഴ്ച മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചത്. പഴയ കാർഷിക സംസ്കാരം പൂർണ്ണമായി ഒഴിവാക്കേണ്ട, പക്ഷേ നമുക്ക് സ്വീകരിക്കേണ്ടത് പ്രയോജനപ്പെടുത്തുന്നതുമായ സാങ്കേതിക പുതിയ കാര്യങ്ങൾ ഉപയോഗിക്കണം. അതിൽ പരീക്ഷണങ്ങൾ വേണം. ആ പരീക്ഷണം നടത്താനാണ് നമ്മുടെ ഈ സ്ഥാപനം. ശാസ്ത്രീയമായ പരിശോധന, ശാസ്ത്രീയമായ പരീക്ഷണം. ആ പരീക്ഷണങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടുകൂടി എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് കാർഷിക കേരളം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നവകേരള സന്ദർശന പരിപാടി, നവകേരള ശിക്ഷണ പരിപാടിയിലും കാർഷിക മേഖലയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തവരാണ്. അത് കാർഷിക വകുപ്പും കൃഷി മന്ത്രിയും എല്ലാം കൂടി ചേർന്ന് നൽകുന്ന ഭാഗങ്ങൾ ഞങ്ങൾ പല അതായത് പങ്കെടുത്തിട്ടുണ്ട്. അത് കാർഷിക വിഷയം ധാരാളം ഉന്നയിക്കാൻ ജനങ്ങൾ. ചടങ്ങിൽ മണ്ഡലം MLA എം രാജഗോപാലൻ അധ്യക്ഷനായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാർഷിക സർവകലാശാല പവലിയൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഫീൽഡ് തല പ്രദർശനം, ബയോപാർക്കുകൾ, ഫ്രഷ് ഫ്രം ഫാം, കാർഷിക സർവകലാശാല വിപണനമേള എന്നിവയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരനും നിർവഹിച്ചു. സെമിനാർ, പരിശീലന പരിപാടികൾ, ആഗ്രോ ക്ലിനിക്, മണ്ണ് പരിശോധന എന്നിവ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB പ്രമീള, ജില്ലാ പഞ്ചായത്ത് അംഗം M മനു, ഗ്രാമപഞ്ചായത്ത് അംഗം രവീന്ദ്രൻ മാണിയാട്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ T വനജ സ്വാഗതവും അസോസിയേറ്റ് പ്രൊഫസർ PK രതീഷ് നന്ദിയും പറഞ്ഞു. കൃഷിയിടങ്ങൾ, സാങ്കേതിക വിദ്യ, പുഷ്പഫലങ്ങൾ എന്നിവയുടെ പ്രദർശനങ്ങളും ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ് തുടങ്ങിയ കൃഷിയുടെ പരിശീലനങ്ങളും ഫാം വാക്കുമെല്ലാം കാർണിവലിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കാർഷിക സെമിനാറുകളും വിനോദ വിജ്ഞാന പരിപാടികളും മേളയുടെ ഭാഗമാണ്. കാർണിവലിന്റെ ഭാഗമായി ഒരുക്കിയ കാർഷിക ചന്തയിൽ കർഷക സൊസൈറ്റികൾക്ക് ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. ഇതുകൂടാതെ 40-ലധികം വാണിജ്യ സ്റ്റാളുകളും മേളയെ സമ്പന്നമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.